ഗായ്സ്, എൻ്റെ കസിൻ്റെ ഹരിയിലിരിക്കാൻ പോയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങുന്നതിലാണ് വീഡിയോ അവസാനിച്ചത്. അങ്ങനെ ഞാൻ വേഗം എണീച്ച് സുന്ദരി. പിന്നെ നമ്മൾ എല്ലാ മിററിൻ്റെ മിറർ സെൽഫി എടുക്കണം, ഒന്നും നമ്മൾ വെറുതെ വിടാൻ പാടില്ല. പിന്നെ നൈനികെല്ലാം കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഫുൾ ആറ്റിറ്റ്യൂഡ്, നമ്മളെക്കാളും വലിയ ആറ്റിറ്റ്യൂഡ്, ഒരു രക്ഷയില്ല. പിന്നെ ഈ ചെക്കൻ രണ്ടക്ഷരം അരിയിൽ എഴുതുമ്പോഴേക്ക് ബോധം കെട്ട് വീകുകയും ചെയ്ത്. പിന്നെ ഈ ഒരു പുഴയില്ലേ മറ്റേ മൂകാംബികേൻ്റെ അടുത്തുള്ള, എനിക്കിൻ്റെ പേരറിയില്ല, നമ്മൾ കുരങ്ങന്മാരുള്ള പുഴ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഞാൻ ഈ ബസ്സിൽ നിന്ന് എൻ്റെ തള്ളി രണ്ട് പിള്ളേരൊക്കെ എന്തൊക്കെയോ കഥ പറഞ്ഞു കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ വഴിതെറ്റിക്കലാണ് എൻ്റെ ഒരു വിനോദം. അവരാണെങ്കിൽ എന്നെ കണ്ടുകൂട്ടി വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫുൾ ആറ്റിറ്റ്യൂഡ് ഗൈസ്. പിന്നെ ഈ മൂകാംബിക എന്ന് എഴുതിയ ഒരു മറ്റേ ഗേറ്റ് ഇല്ലേ പോകുന്ന വഴിക്ക്, അവിടെ നിന്ന് നമ്മൾ രാത്രി ആയതുകൊണ്ട് പിന്നെ ഇന്നലെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതായിട്ട് കുറക്കണ്ടെന്ന് വെച്ചിട്ട് ഉറങ്ങുന്ന ചെക്കിനെയും കൊണ്ട് എടുത്ത് നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ അടുത്ത പോലെ തന്നെ തിരിച്ച് വണ്ടിയിൽ വെച്ചു. പിന്നെ കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇട്ട് ആറ്റിറ്റ്യൂഡ് കളിച്ച ആളല്ല, കുറച്ച് കഴിഞ്ഞേരം സുഖമായി പൊത്ത് പോലെ കിടന്ന് ഉറങ്ങലാണ് ഇതിങ്ങനെ ഞങ്ങൾക്കൊന്നും നിന്നല്ല, വണ്ടിയിലിരുന്നാലും ഉറക്കം വരുന്നില്ല. പിന്നെ അടുത്ത് നമ്മൾ മുരുടേശ്വരത്താണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്നാൽ നിൻ്റെ മുരുടേശ്വര നമ്മൾ മുരുടേശ്വരൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ അച്ഛനമ്മയെല്ലാം ഫുൾ കപ്പലണ്ടി കോഴ്സായിട്ട് കയ്യും പിടിച്ച് നടക്കുന്നു. നൈനിക്കെല്ലാം ഫുൾ ഫോമിൽ ഓടിക്കയറലാണ്. നമ്മൾ പോയെന്നെന്തോ ശിവനെന്തോ പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള, നിങ്ങൾക്കറിയില്ല ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കഥ. എനിക്ക് ഇതുവരെ ഇതെന്നാ കഥ എന്ന് മനസ്സിലായിട്ട്. പിന്നെ ഞാൻ കുറേ സമയം ഈ ചെക്കനെ കറങ്ങുന്ന ഫാൻ്റെ ഉള്ളിൽ കൈയിടണം പ്രേരിപ്പിച്ചു. പക്ഷേ ചെക്കൻ ആദ്യം ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചു. പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും ഇളയതാണെങ്കിൽ ഏറ്റവും മുതലായ അനക്കില്ലാത്ത അഹങ്കാരവും ജാടിയാണ് ഇവനുള്ളത്. പിന്നെ ജാടിയില്ലാത്ത തെളിയിക്കാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ 2 നേരം ഇങ്ങനെ ചിരിച്ചു തരും. പിന്നെ കരച്ചിൽ ഒച്ചപ്പാടായിക്കോളും. പിന്നെ ഉച്ചയ്ക്ക് ചോറുന്നതും അമ്മേൻ്റെ പറ്റതായിരുന്നു. അവിടെ നമ്മൾ വീണ്ടും കുഴപ്പാക്കി. പിന്നെ എനിക്ക് ബിരിയാണി തീരെ ഇഷ്ടമായിട്ടില്ല, ചിക്കനൊന്നും രസമില്ല. പക്ഷേ നൈനികൾക്ക് നല്ലോണം ഇഷ്ടമായി. അതുകൊണ്ട് നമ്മൾ ഇവിടെ കർണാടകയിലാക്കാൻ തീരുമാനിച്ച്. പിന്നെ മേഡത്തിനടക്ക് ഇങ്ങനെ ഡിപ്രഷൻ ആവും, അപ്പോൾ പുറത്ത് നോക്കി കാറ്റുകൊള്ളും. പിന്നെ മാമനടക്കൾക്ക് ഇങ്ങനെ തംസപ്പ് കാണിക്കാൻ മാത്രം കാണും. പിന്നെ ചെങ്ങാൻ നമ്മൾ കാണാറില്ല, ഇവിടെ ആകുമ്പോൾ എല്ലാവരും പോകുന്നത്. പിന്നെ ഈ കുരിപ്പിൻ്റെ കാര്യം പറയാനില്ല, ഇങ്ങനെ ആൾക്കാരിക്കുമ്പോൾ അവരെ ബാക്കിലിരുന്ന് അവരെ സീറ്റ് കയ്യേറലാണ് വിനോദം. പിന്നെ ഒരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു കയക്കുന്ന കാപ്പി കുടിച്ച്, അതും ഞാൻ അമ്മേൻ്റെ പരാണ് ഇരുന്നത്. പിന്നെ ഇതൊരു തേർഡ് പാർട്ടും കൂടിയുണ്ട്, അതും കൂടി കാണാം. ബൈ.